പഞ്ചതന്ത്രം കഥയുടെ ബാക്കി ഭാഗം ഇന്ന് കേൾക്കാം. കഴിഞ്ഞ തവണ സഞ്ജീവകൻ പറഞ്ഞു, യുദ്ധം തന്നെ നിവൃത്തിയുള്ളൂ, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. യുദ്ധം ചെയ്താൽ വീരമൃത്യു കിട്ടും, അല്ലെങ്കിൽ കീർത്തി കിട്ടും. അപ്പോൾ ദമനകന് തോന്നി കാര്യം കുഴപ്പമായല്ലോ, ഇവനിപ്പോൾ പിങ്കളകനെ കുത്തി മലർത്തി ശരിയാക്കും എന്നൊക്കെ തോന്നി. ഇപ്പം ദമനകൻ പറഞ്ഞു, നല്ല കാര്യമാണ് യുദ്ധം, എന്നാൽ ശത്രുവിൻ്റെ വീരപരാക്രമങ്ങളൊന്നും അറിയാതെ ദേഷ്യം വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ തോറ്റുപോകും. കുളക്കോഴിയുടെയും സമുദ്രത്തിൻ്റെയും കഥ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു ദമനകൻ. അപ്പോൾ സഞ്ജീവകൻ ആ കഥ പറയാൻ ദമനകനോട് പറഞ്ഞല്ലോ. അപ്പോൾ ആ കഥ ഇന്ന് നമുക്ക് കേൾക്കാം. ഒരു കടൽക്കരയിൽ ഒരു കുളക്കോഴിയും അവൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവരങ്ങനെ ജീവിക്കുകയാണ് കടലിൻ്റെ കരയിൽ. പ്രസവം അടുത്തപ്പോൾ പിടക്കോഴി മുട്ടയിടാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ച് തരാൻ ഭർത്താവിനോട് പറഞ്ഞു. പ്രസവം കടൽക്കരയിൽ തന്നെ ആവാം എന്നായിരുന്നു കുളക്കോഴിയുടെ അഭിപ്രായം. എന്നാൽ ഈ വെളുത്തവാവിൻ്റെ അന്ന് വേലിയേറ്റം ഉണ്ടാവും. അപ്പോൾ വെളുത്തവാവിൻ്റെ അന്ന് വേലിയേറ്റം ഉണ്ടായാൽ മുട്ടയെല്ലാം പോവും, മറ്റു വല്ല സ്ഥലവും കണ്ടുപിടിക്കാം എന്ന് പിടക്കോഴി നിർബന്ധം പിടിച്ചു. പിടക്കോഴിക്ക് അറിയാം മുട്ട നഷ്ടപ്പെട്ട് പോകാൻ പാടില്ലല്ലോ. അത് കേട്ട് കുളക്കോഴി ചിരിച്ചു. ഭർത്താവിന് പരിഹാസം തോന്നി. എൻ്റെ ശിശുക്കളെ ദ്രോഹിക്കാൻ സമുദ്രം എന്താ ആളാവോ? സമുദ്രത്തിന് പറ്റുമോ? ഏതെങ്കിലും ഒരുത്തൻ തീയിൽ സ്വയം ചെന്ന് ചാടുമോ? ഒരു ഭയവും ഇല്ലാതെ നീ ഇവിടെ പ്രസവിച്ചോ? തോൽവി ഭയപ്പെട്ട് സ്ഥാനം ഉപേക്ഷിക്കുന്നവൻ ഓരൊക്കെ ഭീരുക്കളാണ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ സമുദ്രം ആലോചിച്ചു, വെറും പൊട്ട പക്ഷി, അവൻ്റെ ഊറ്റം കണ്ടില്ലേ, ഇത്രയും അധികം ഗർഭമായ വേറെ ആർക്കുമില്ല. ഇവൾ മുട്ടയിട്ടാൽ അത് തിരയിൽ അടിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഞാൻ ഇവൻ എന്ത് ചെയ്യും എന്ന് നോക്കാലോ എന്ന് പറഞ്ഞു. കുളക്കോഴി ഒരു ബോധമില്ലാണ്ട് പറയാണ്. അപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞ് പിടക്കോഴി ഇടാൻ പോയി. അപ്പോൾ സമുദ്രം മുട്ടയൊക്കെ തിരയിൽ അടിച്ചു കൊണ്ടുപോയി. പിടക്കോഴി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒറ്റ മുട്ടയില്ല. കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ ശകാരിക്കാൻ തുടങ്ങി. വിഡ്ഢിത്തവും അഹങ്കാരവും ഒക്കെ കൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല. ഈ ഗുണം ഉദ്ദേശിച്ച് പറയുന്ന സുഹൃത്തുക്കൾ പറഞ്ഞത് കേൾക്കാത്തവൻ ദുർബുദ്ധിയായ ആമയെപ്പോലെ നശിക്കുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുളക്കോഴി പറഞ്ഞു, അതെന്താ, ആ ആമയുടെ കഥ എങ്ങനെയാണ്, അതെന്ത് കഥയാണെന്ന് ചോദിച്ചു. അപ്പോൾ പിടക്കോഴി ആ ആമയുടെ കഥ പറയുകയാണ്. ഇത് 13ഉം 14ഉം കഥകളാണ്, അതൊന്നിച്ച് പറയുകയാണ് ഞാൻ. അപ്പം പിടക്കോഴി ആ ആമയുടെ കഥ പറയും. കമ്പുഗ്രീവൻ എന്നൊരു ആമയുണ്ടായിരുന്നു. ഒരു കുളത്തിൽ ആ ആമ അങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ അവന് 2 ചങ്ങാതിമാരുണ്ട്, 2 അരയന്നങ്ങൾ. അവരുടെ പേരെന്താണെന്ന് വെച്ചാൽ സങ്കടൻ എന്നും വികടൻ എന്നും. നല്ല പേരുകളാണല്ലേ. കമ്പുഗ്രീവൻ, അവൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ സങ്കടൻ, വികടൻ. ഇവരായിരുന്നു അവൻ്റെ സുഹൃത്തുക്കൾ. ഈ വേനൽക്കാലത്ത് കുളം വറ്റി തുടങ്ങിയപ്പോൾ അരയന്നങ്ങൾ ചോദിച്ചു ആമയോട്, കുളം വറ്റി 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 ചേറ് മാത്രമേ ഉള്ളൂ ബാക്കി, താങ്കളിനി എന്ത് ചെയ്യും? കമ്പുഗ്രീവൻ ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമ്പുഗ്രീവൻ പറഞ്ഞു, എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കണം. വിവരവും ധൈര്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ആപത്തിൽ നിന്നും രക്ഷപ്പെടാലോ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ധാരാളം വെള്ളമുള്ള ഒരു കുളം അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വരൂ. എന്നിട്ടേ വണ്ണം കുറഞ്ഞൊരു വടിയും കൊണ്ടുവരും. എന്തിനാ? ഞാൻ ആ വടിയുടെ നടുക്ക് ഇങ്ങനെ കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കാം. നിങ്ങൾ വടിയുടെ 2 ഭാഗത്തും പിടിച്ചിട്ട് പറന്നിട്ട് എന്നെ ആ കുളത്തിൽ കൊണ്ടാക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അരയന്നങ്ങൾ പറഞ്ഞു സന്തോഷമായി, അവർ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യമുണ്ട്, കമ്പുഗ്രീവൻ ഒരക്ഷരം മിണ്ടാൻ പാടില്ല, മിണ്ടിയാൽ താഴെ വീഴും, താഴെ കിടക്കും, നോർത്തോളണം എന്ന് പറഞ്ഞു. അപ്പോൾ കമ്പുഗ്രീവൻ സമ്മതിച്ചു. കമ്പുഗ്രീവൻ വടിമേൽ കടിച്ചു തൂങ്ങി അങ്ങനെ നിന്നപ്പോൾ അരയന്നങ്ങൾ വടിയും കൊണ്ട് അങ്ങനെ പറന്ന് കുളം കണ്ടുപിടിച്ചു. ആ കുളത്തിലേക്ക് പറന്നു തുടങ്ങി. പോണ വഴിക്ക് ഒരു പട്ടണം ഉണ്ടായിരുന്നു. ആ പട്ടണത്തിലെ ആളുകൾ ഇങ്ങനെ ഈ കാഴ്ച കണ്ടു. അരയന്നങ്ങൾ 2 വടി
ഒരു വടിയുടെ അറ്റത്ത് രണ്ടും പിടിച്ച് ഒരു ആമ അതുമേൽ തൂങ്ങിക്കിടക്കണം. നല്ല രസമുള്ള കാഴ്ച കണ്ടപ്പോൾ അവരിങ്ങനെ അതും ഇതും പറയാൻ തുടങ്ങി. ബഹളം കേട്ടപ്പോൾ കമ്പുഗ്രീവൻ ഇതൊന്നും കാണാൻ പറ്റണില്ല, എങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ കമ്പുഗ്രീവന് ഇതെന്താണെന്നറിയാൻ ഒരു വ്യഗ്രത വന്നു. ആ കമ്പുഗ്രീവൻ ചോദിച്ചു, എന്താ ആ ശബ്ദം കേൾക്കണേ? അത് മുഴുവനും പറയാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമ്പുഗ്രീവൻ കടി വിട്ട് താഴെ വീണു, ചത്തു. അത്രയും മുകളിൽ കൂടെയാണ് അരയന്നം പറഞ്ഞിരുന്നത്. ആമ എങ്ങനെ ചാവുമോ എന്നെനിക്കൊരു സംശയം. ആമയ്ക്ക് നല്ല പുറന്തോടുള്ള ആമയല്ലേ, പിന്നെ തല ഉള്ളിലേക്ക് വലിക്കുകയും ചെയ്യും. വെള്ളത്തിലും കരയിലും ഒക്കെ ജീവിക്കാൻ കഴിവുള്ള ജീവിയാണ് ആമ. ഞങ്ങൾക്ക് ഇല്ലത്ത് ഒരു കുളമുണ്ട് ഇല്ലത്ത്. അവിടെ ഞങ്ങൾ കുളിക്കാൻ ചെല്ലുമ്പം ആമ അങ്ങനെ വെയിലും കാഞ്ഞിരിക്കുന്നുണ്ടാവും നടയിലൊക്കെ. എന്നാൽ ആൾ വരുന്ന ഒച്ച കേട്ടാൽ അപ്പം തല അകത്തേക്ക് അങ്ങോട്ട് വലിച്ചിട്ട് പടപടപടപടേന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവും വെള്ളത്തിലേക്ക്. നമ്മളെപ്പോഴും കാണാറുള്ളതാണ്. അപ്പോൾ ഈ ആമയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. പിന്നെ വീണാലും ഒന്നും പറ്റുന്നു തോന്നില്ല. പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ കഥയല്ലേ ഇത്, രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതിൽ ഒരു ഉപദേശമുണ്ട്. അങ്ങനെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്താണ് ഈ കേൾക്കണതെന്ന് ചോദിക്കലും ആമ പിടി വിട്ട് താഴെ വീണ് ചാവലും കഴിഞ്ഞു. അതുകൊണ്ടാണ് പിടക്കോഴി പറയണത്, അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ ഗുണം ഉദ്ദേശിച്ച് ഒരാൾ പറഞ്ഞത് കേൾക്കാതെ നടക്കുന്നവൻ നശിച്ചു പോവും എന്ന്. അതുമാത്രമല്ല, ഭാവിയെ കരുതി പ്രവർത്തിക്കുന്നവനും തൽക്കാലം ആ സമയത്ത് വേണ്ടത് തോന്നുന്നവനും ഒട്ടും കഷ്ടപ്പെടില്ല. അപ്പോൾ വരുമ്പോൾ വരണത് വരട്ടെ എന്ന് വിചാരിക്കുന്നവൻ നശിച്ചു പോവും എന്ന് കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ കുളക്കോഴി അതേത് കഥയാ എന്ന് പിന്നെയും ചോദിച്ചു. അപ്പോൾ പിടക്കോഴി വീണ്ടും ഒരു കഥ പറഞ്ഞു, 3 മത്സ്യങ്ങളുടെ കഥ. നമുക്ക് ഈ 3 കഥയെ ഒന്നിച്ച് പറയാമെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ കഥകളാണ്, അതുകൊണ്ട് ഈ കഥയും കൂടി പറയാം. 3 മത്സ്യങ്ങളുടെ കഥയാണ് 3ാമത്തെ കഥ. ഒരു കുളത്തിൽ, ആ മത്സ്യത്തിൻ്റെ പേര് കേൾക്കൂ, അനാഗത വിധാതാവ്, പ്രത്യുൽപ്പന്നമതി, യൽ ഭവിഷ്യൻ. ഇങ്ങനെയാണ് ആ 3 മത്സ്യങ്ങളുടെ പേര്. ഒരു ദിവസം ആ വഴിക്ക് പോയ ചില മുക്കുവന്മാർ, ഇത് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. മത്തായി സാറ് പഠിപ്പിച്ച കഥയാണ് അത്. ഞങ്ങൾ എന്നെ LP സ്കൂളിലാവുമ്പം മത്തായി സാറ് പഠിപ്പിച്ച കഥയാണ് ഇത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ വഴിക്ക് പോയി ചില മുക്കുവന്മാർ പറഞ്ഞു, ഈ കുളത്തിലേ ധാരാളം മത്സ്യങ്ങളുണ്ട്, നാളെ നേരം വെളുത്ത ഇവിടെ വന്നിട്ട് നമുക്ക് വല വീശണം കേട്ടോ എന്ന് പറഞ്ഞും കൊണ്ട് ഇങ്ങനെ ആ കുളത്തിൻ്റെ കരയിൽ കൂടി നടന്നു പോയി. അപ്പോൾ ഈ അനാഗത വിധാതാവ് എന്ന് പറയുന്ന മത്സ്യം ഇവരുടെ വാക്കുകൾ കേട്ട് നടുങ്ങി മത്സ്യങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. കേട്ടില്ലേ അവന്മാർ പറഞ്ഞത്, നിങ്ങൾ കേട്ടില്ലേ, ഇന്ന് രാത്രി തന്നെ അടുത്തുള്ള വല്ല കുളത്തിലേക്കും പോവാം. ബലവാനായ ശത്രു വന്നാൽ ദുർബലൻ എന്താ ചെയ്യണ്ടേ? ഒന്നുകിൽ പിന്തിരിഞ്ഞ് ഓടണം, അല്ലെങ്കിൽ ഉറപ്പുള്ള വല്ല കോട്ടയിലും ഒക്കെ ചെന്ന് ഒളിക്കണം. അങ്ങനെയല്ലേ പറയണത്, നമുക്ക് ഉടനെ തന്നെ പുറപ്പെടാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് പ്രത്യുൽപ്പന്നമതി പറഞ്ഞു, ശരിയാ നമുക്ക് പോവാം. ഈ സ്വദേശ സ്നേഹവും വെച്ച് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളിവിടെ ഉണ്ടായതല്ലേ, നമ്മളിവിടെ വളർന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഈ കുളം വിട്ട് പോവാതെ ഇവിടെ ഇരുന്നാൽ നമുക്ക് നാശം വരും. അപ്പോൾ നമുക്ക് നാട് വിട്ട് പോകാതിരിക്കുന്ന ദുർബല ചിത്തർ നശിക്കുകയേ ഉള്ളൂ. സ്വദേശ സ്നേഹം കൊണ്ട് നാട് വിട്ട് പോകാതിരുന്നാൽ നാശം ഉണ്ടാവും ദുർബലർ എന്നാണ്. ഇതെല്ലാം കേട്ട് യൽഭവിഷ്യൻ അങ്ങനെ ഇവരെ പരിഹസിച്ച് ചിരിച്ചു. ആരോ എന്തോ പറയണത് കേട്ടിട്ട് അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛനും ഒക്കെ താമസിച്ചിരുന്ന ഈ കുളം ഇട്ടെറിഞ്ഞിട്ട് പോവാനാ അഭാവം എന്ന് ചോദിച്ചു. മരണം അടുത്തെങ്കിൽ എവിടെ ചെന്നാലും ചാവാതിരിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും വരണില്ല എന്ന് പറഞ്ഞു. മരണം അടുത്തെങ്കിൽ എവിടെ ചെന്നാലും ചാവും, അത് ശരിയാ, അടുത്തെങ്കിലല്ലേ ചാവുള്ളൂ അല്ലേ. യൽഭവിഷ്യൻ്റെ ഈ ഉറച്ച തീരുമാനം അറിഞ്ഞിട്ട് മറ്റേ 2 മത്സ്യങ്ങളും അവരുടെ പരിവാരങ്ങളും
ഒക്കെ എല്ലാവരും കൂടി വേറൊരു കുളത്തിലേക്ക് പോയി. അവിടെ രാവിലെ ആദ്യത്തെ കുളത്തിൽ രാവിലെ മുക്കുവന്മാർ വന്ന് വല വീശി ഭവിഷ്യനെയും അവൻ്റെ പരിവാരങ്ങളെയും ഒക്കെ പിടിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് അപ്പോൾ പിടക്കോഴി അതുകൊണ്ടാണ് ഞാൻ പറയണത്, വരുന്നത് വരുമ്പോൾ വരട്ടെ എന്ന് കരുതുന്നവൻ നശിക്കും എന്ന്. അതിനെ രക്ഷപ്പെടാനുള്ള ഉപായം ആലോചിക്കണം, എന്നിട്ട് അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നശിച്ചു പോവുകയുള്ളൂ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴും കുളക്കോഴി വീമ്പിളക്കി. നീ കണ്ടോ എൻ്റെ ബുദ്ധിവൈഭവം, നീ നോക്കിക്കോ, ഞാൻ എൻ്റെ ഈ കൊക്ക് കൊണ്ട് കടലിലെ വെള്ളം കുടിച്ചു വറ്റിക്കുമെന്ന് വീമ്പിളക്കി. അപ്പോൾ പിടക്കോഴിക്ക് പുച്ഛം തോന്നി. സമുദ്രത്തോട് മല്ലടിക്കാൻ നിങ്ങൾ ആരാ? അശക്തരുടെ കോപം അവനവന് മാത്രമേ ദ്രോഹം ചെയ്യുള്ളൂ. ശക്തന്മാരോട് അത്ര ശക്തിയില്ലാത്തവർ കോപിച്ചാൽ കോപിക്കുന്നവർക്ക് മാത്രമാണ് ദ്രോഹം, മറ്റുള്ളവർക്കൊരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു പിടക്കോഴി. അപ്പോൾ കുളക്കോഴിക്ക് അതും ദേഷ്യം വന്നു. അത് കേട്ടപ്പോൾ രസിച്ചില്ല. അപ്പോൾ ഉത്സാഹമുള്ളവൻ അല്പനാണെങ്കിലും വലിയവരെ തോൽപ്പിക്കും. കൂരാക്കൂരിരുട്ടിനെയും ചെറിയ വിളക്ക് അകറ്റിക്കളയുന്നില്ലേ, തേജസ്വിയാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്നാണ് കുളക്കോഴി പറയണത്. കൂരാക്കൂരിരുട്ടും ചെറിയൊരു വിളക്ക് വെച്ചാൽ മാഞ്ഞു പോകും, അത് ശരിയാണ്. അപ്പോൾ പിടക്കോഴി പിന്നെയും ശാന്തയായിട്ട് പറഞ്ഞു, ആയിരക്കണക്കിന് നദികളുടെ സംഗമസ്ഥാനമാണ് ഈ സമുദ്രം. ആ സമുദ്രത്തിലെ വെള്ളം നിങ്ങളെങ്ങനെ കുടിച്ചു പറ്റിക്കാനാ എന്ന് ചോദിച്ചു. അപ്പം അത് കേട്ടപ്പോൾ കുളക്കോഴി സമാധാനിപ്പിച്ചു, എൻ്റെ കൊക്കിന് ലോഹം പോലെയാണ് ഉറപ്പ്. രാവും പകലും അങ്ങനെ നീണ്ടു കിടക്കല്ലേ, കടൽ വറ്റിക്കാനാണോ പ്രയാസം എന്ന് ചോദിച്ചു. അപ്പോൾ പിടക്കോഴി ഉപദേശിച്ചു, സമുദ്രവുമായി വഴക്ക് കൂടാൻ പോവാനാണ് ഭാവം എന്നാണെങ്കിൽ ചങ്ങാതിമാരായുള്ള മറ്റുള്ള പക്ഷികളെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് മതി അതിനൊരുങ്ങാൻ. എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ട് മതി, ഞാനിതാ കടൽ കുടിച്ചു വറ്റിക്കാൻ പോവുകയാണ്, നിങ്ങൾ കണ്ടോളിൻ എന്നൊക്കെ അവരോടൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് മതി തുടങ്ങാൻ. അല്ലെങ്കിൽ തുച്ഛരാണെങ്കിലും കുറേ പേര് കൂടിച്ചേർന്നാൽ ശക്തി ഉണ്ടാവും, അവരെയും കൂടി കൂട്ടിന് വിളിച്ചിട്ട് ചെയ്താൽ മതി. അവരെ എല്ലാവരും കൂടി ഈ പക്ഷികളെല്ലാവരും കൂടി ചിലപ്പം കുടിച്ചാൽ ഇത് പറ്റിക്കൂടായികയില്ല എന്നാണ് പിടക്കോഴി പറയണത്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിച്ചേർന്നാൽ ഒരു ശക്തിയൊക്കെ ഉണ്ടാവും. കുരുവിയുടെ ശത്രുത നിമിത്തം ആന നശിച്ച കഥ കേട്ടിട്ടില്ലേ എന്ന് കുളക്കോഴിയോട് പിടക്കോഴി ചോദിച്ചു. അപ്പോൾ കുളക്കോഴി പറഞ്ഞു, അത് എനിക്കറിയില്ല, ആ കഥയും കൂടി പറയേ എന്ന് പറഞ്ഞു. പിടക്കോഴി കുരുവിയുടെയും ആനയുടെയും കഥ പറയാൻ തുടങ്ങി. അപ്പോൾ ആ കഥ നമുക്ക് അടുത്ത തവണ കേൾക്കാം. ഇപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.